ജോലിക്കെത്തിയ വീട്ടിലെ ശുചിമുറിയിൽ ഒളി ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തിയ പ്ലംബറെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവല്ലയിലാണ് ഈ സംഭവം ഉണ്ടായത്. തിരുവല്ല മുത്തൂർ സ്വദേശി പ്രിനുവിനെയാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. ചങ്ങനാശ്ശേരിയിലെ പോലീസ് ക്വാർട്ടേഴ്സിലാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞത്. അവിടെ നിന്നാണ് ഇന്നലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ഇയാളുടെ അടുത്ത ബന്ധു കൂടിയായ പോലീസ് ഉദ്യോഗസ്ഥനെയും പ്രതി ചേർക്കുമെന്ന് തിരുവല്ല പോലീസ് വ്യക്തമാക്കി. ഈ വീട്ടിലെ ഒരു പെൺകുട്ടിയുണ്ട്, പ്രായപൂർത്തിയായ പെൺകുട്ടി ബാത്റൂമിൽ കുളിക്കാനായിട്ട് കയറുമ്പോൾ ഇവൻ പെൻ ക്യാമറ വെക്കുകയും ഈ പെൻ ക്യാമറ വെന്റിലേഷൻ എയർ ഹോളിനകത്തൂടെ താഴെ വീണ് ഈ പെൺകുട്ടിക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ പെൺകുട്ടിക്ക് ഇത് മനസ്സിലായില്ല. അവളുടെ സഹോദരിയെ കാണിച്ചപ്പോഴാണ് ഇതിനകത്ത് മെമ്മറി കാർഡുള്ള കാര്യവും അത് പരിശോധിച്ചപ്പോഴാണ് അതിനകത്ത് അവരുടെ അമ്മയുടെ കുളിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഉള്ളത് ഈ പെൺകുട്ടി മനസ്സിലാക്കിയത്. അങ്ങനെ സ്റ്റേഷനിൽ ഹാജരായി നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കേസ് രജിസ്റ്റർ ചെയ്ത് അറിഞ്ഞു അവൻ അന്നേരം തന്നെ ഒളിവിൽ പോവുകയായിരുന്നു. ഇന്നലെ SI അലക്സും ജയകുമാറും കൂടെ പോയി അവൻ്റെ ഈ പ്രതിയുടെ സഹോദരിയുടെ ഭർത്താവ് പോലീസുകാരനാണ്, വിജിലൻസിലെ പോലീസുകാരനാണ്. അവൻ ഇത്ര നാൾ ഒളിച്ച് താമസിപ്പിക്കുകയായിരുന്നു. അങ്ങനെ അവൻ്റെ ആ ക്വാർട്ടേഴ്സിൽ നിന്നാണ് പിടിക്കുന്നത്. ഈ പരാതിക്കാരുടെ വീട്ടിലേക്ക് ജോലിക്കെത്തിയതിന് ശേഷം പലപ്പോഴായി ആ വീട്ടിലെ സ്ത്രീകൾ കുളിക്കാൻ കയറുന്ന സമയത്ത് ഇയാൾ ഒളിക്യാമറ വെച്ച ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പിന്നീട് ആ ദൃശ്യങ്ങൾ ഈ പ്രതി അയാളുടെ തന്നെ ലാപ്പിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ ആ വീട്ടിലെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി കുളിക്കാൻ കയറിയ സമയത്ത് ഇയാൾ വെന്റിലേഷനിലൂടെ പെൻ ക്യാമറ വെക്കുന്ന സമയത്ത് ഇയാളുടെ കയ്യിൽ നിന്നും ആ പെൻ ക്യാമറ ഈ ടോയ്ലറ്റിനകത്തേക്ക് വീഴുകയായിരുന്നു, ശുചിമുറിക്കകത്തേക്ക് വീഴുകയായിരുന്നു. ഇത് ഈ പെൺകുട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. എന്താണ് ഇതെന്ന് പരിശോധിച്ചെങ്കിലും ആ കുട്ടിക്ക് അത് മനസ്സിലായില്ല. കുട്ടി വീട്ടിലുള്ള മുതിർന്ന ആളുകളെ കാണിച്ചപ്പോൾ അവർ നടത്തിയ പരിശോധനയിലാണ് ഇതിനുള്ളിൽ മെമ്മറി കാർഡ് അടക്കം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇത് പെൻ ക്യാമറയാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഇതോടെയാണ് ഈ കുടുംബം പോലീസിൽ പരാതി നൽകിയത്. എന്താണെങ്കിലും തിരുവല്ല പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്.